ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ എല്ലാവരും കരുതിയിരുന്നത് ഇനി പാകിസ്ഥാൻ തലപൊക്കില്ലെന്നാണ്. പക്ഷെ പാകിസ്ഥാൻ വീണ്ടും തലപൊക്കുകയാണ്. ഗുജറാത്ത് അതിർത്തിയിൽ ഒരു സംഘർഷ സമാനമായ സാഹചര്യം രൂപപ്പെടുകയാണല്ലോ. നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള, ഏറ്റവും സൂത്രശാലിയായിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഞാനത് പറയാൻ കാരണം, ലോകത്ത് നമ്മളിപ്പം അംഗീകരിക്കേണ്ട 3 പോളാർസ് ഉണ്ട്, 3 പോൾസ് ഉണ്ട്. അതായത് ഒന്ന് റഷ്യ, ചൈന, അമേരിക്ക. ഈ 3 പോൾസിനോടും ഒരേപോലെ സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യമുള്ളൂ, അത് പാകിസ്ഥാനാണ്. കാര്യം ചൈനയെ അവരെ ഡെവലപ്മെൻറ്റിനും ഇൻഫ്രാസ്ട്രക്ചറിനും ലോണിനും വേണ്ടിയിട്ട് ചൈനയെ നല്ല രീതിയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവായിട്ട് അവർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്ന ഒരു രാജ്യമാണ്. ഒരേ സമയം അമേരിക്കയുടെ കൂടെ നിൽക്കുകയും അതേസമയം ബിൻ ലാദനെ ഒളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രം അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള ആണവ കേന്ദ്രങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അമേരിക്ക നിർമ്മിച്ച്, അമേരിക്ക സംരക്ഷിച്ച്, അമേരിക്ക സൂക്ഷിച്ചിരിക്കുന്ന ആണവ കേന്ദ്രങ്ങളാണ്. അപ്പോൾ അമേരിക്കയായിട്ട് ഒരേ സമയം ലോകത്തെ 2 പോൾസിൽ നിൽക്കുന്ന ചൈനയും അമേരിക്കയായിട്ട് യോജിക്കാൻ പറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ കാര്യമല്ല. അതേസമയം വീണ്ടും നമ്മുടെ ഇമ്രാൻഖാൻ സഹായത്തിന് വേണ്ടിയിട്ട് റഷ്യയുടെ അടുത്ത് പോയിരുന്നു. അപ്പം ഈ പരസ്പരം വിരുദ്ധമായ 3 പോളുകളിലും ഒരേ രീതിയിൽ അപ്രോച്ച് ചെയ്യാനും സ്വാധീനം വളർത്താനും അവിടുന്ന് ആനുകൂല്യങ്ങൾ നേടാനും പാകിസ്ഥാനുള്ള ഒരു പ്രത്യേക കഴിവ് നമുക്ക് കാണാതെ പോകാൻ പറ്റത്തില്ല. കാര്യം അഫ്ഗാനിസ്ഥാനിലെ റഷ്യക്കെതിരായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവിലാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടുന്നത്. അമേരിക്കയുടെ ഇന്ത്യക്കെതിരായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് അമേരിക്ക കാര്യമായിട്ട് പാകിസ്ഥാൻ ഉപയോഗിച്ചു. അതേസമയം തന്നെ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളായിട്ടുള്ള ബിൻ ലാദനെ പോലെയുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് അമേരിക്കയുടെ കൂടെ നിന്ന് ഡബിൾ ഏജൻറ്റ് കളിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ ഡബിൾ ഏജൻറ്റിനെ പറ്റിയിട്ടേ കേട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ട്രിപ്പിൾ ഏജൻ്റാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ഫെയിൽഡ് മാർഷലും. അപ്പോൾ ഇവിടെ ഇന്ത്യ ഒരടി കൊണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. കാര്യം പാമ്പിനെ അടിക്കണമെങ്കിൽ തലയ്ക്ക് തന്നെ അടിക്കണമെന്ന് പഴയൊരു ചൊല്ലുണ്ട്. അപ്പോൾ ചത്ത് കിടക്കുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാവും എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം പാകിസ്ഥാൻ ഒരു അടി കിട്ടിയപ്പോഴത്തേക്ക് അവരെന്തായാലും അത് അടി കൊണ്ട് മുറിവുണക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കില്ല എന്ന് ഇന്ത്യക്ക് നല്ലോണം മനസ്സിലായി. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ത്യയുടെ വളരെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ സിന്ദൂർ 2 പറ്റിയിട്ട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടത്. കാര്യം അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളുണ്ടായിരുന്നു പാകിസ്ഥാൻ മറ്റു ചില പുറപ്പാടിനാണ്. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ആർമിയും എയർഫോഴ്സും മാത്രമാണ് ഉൾപ്പെട്ടത്. നേവി ഈ കാര്യത്തിൽ നേവിയുടെ റോളില്ലായിരുന്നു. കാര്യം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയിൽ നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത് ഏരിയയിൽ മാത്രമാണ് നമുക്ക് നേവൽ അതിർത്തി ഉള്ളത് പാകിസ്ഥാനുമായിട്ട്. ബാക്കി എല്ലായിടത്തും നമുക്ക് നേവൽ അതിർത്തി വരുന്നില്ല. അപ്പോൾ നേവിക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ റോളും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ അവിടുന്ന് കിട്ടിയ അടിക്ക് പകരം സർക്രീക്കിൽ വന്നിട്ട് നേവൽ സൈഡിൽ നമുക്ക് പണി തരാനുള്ള ഒരു ചിന്തയായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. അപ്പം മറ്റു പലരുടെയും സഹായവും അവർ പ്രതീക്ഷിച്ചു. കാര്യം ഈ ഭാഗത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുപാടുണ്ട്. സൗദി അറേബ്യ, ഇറാൻ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് നേവിയുടെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ. എന്നാൽ അവിടെ നമുക്ക് പണി തുടങ്ങാമെന്നുള്ള ഒരു ധാരണയിൽ അവർ വന്നപ്പോഴത്തേക്കാണ് ഇന്ത്യ 4 ആംഫിബിയസ് കപ്പലുകൾക്ക്, വാർഷിപ്പുകൾക്ക് ഓർഡർ കൊടുക്കുന്നു. ഏകദേശം അതിൻ്റെ ഒരു ചർച്ച ഫൈനൽ തീരുമാനത്തിലെത്തി നിൽക്കുകയാണ്. 33,000 കോടി രൂപയാണ് നമ്മൾ അതിനു വേണ്ടി ചിലവാക്കുക. അത് മറ്റൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഇത് പാകിസ്ഥാനെ ഉദ്ദേശിച്ചാണ്, പാകിസ്ഥാനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. കാര്യം അല്ലെങ്കിൽ ഈ സർക്രീക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ആംഫിബിയസ് കപ്പലിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ള നമ്മുടെ നേവൽ അതിർത്തികൾക്ക് ആംഫിബിയസ് കപ്പൽ ഉപയോഗിക്കേണ്ട അതിർത്തി നമ്മുടെ സർക്രീക്ക് മാത്രമാണ്. അപ്പോൾ സർക്രീക്കിൽ പാകിസ്ഥാൻ്റെ ആക്ടിവിറ്റീസ് വളരെ കൂടിയെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ പാകിസ്ഥാന് ആംഫിബിയസ് കപ്പലുകൾ നമ്മൾ വാങ്ങിക്കുകയും അവിടത്തേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ, സൈന്യത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയത്. ആ ഏരിയയിലാണ് നമ്മളിപ്പം ഓപ്പറേഷൻ തൃശ്ശൂർ നമ്മൾ ഓപ്പറേഷൻ അല്ല, എക്സസൈസ് തൃശ്ശൂർ നടക്കും. അപ്പോൾ നമ്മളെ ഈ എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ പരിശീലനമാണ്. പക്ഷേ അത് ഏത് സമയത്തും ഒരു ഓപ്പറേഷനായിട്ട് നമുക്ക് അത് മാറ്റിയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. കാര്യം നമ്മൾ വേറൊന്ന് കണക്കാക്കേണ്ടത്, ഇപ്പോഴതിൻ്റെ പിറകിൽ 2-3 വ്യോമസേന ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഷനിലാണ്, അവർ കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഒരു
ബ്രഹ്മോസ് അബദ്ധത്തിൽ പൊട്ടി പാകിസ്ഥാനിൽ വീഴുന്ന ഒരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ഈ ഭൂജ് ഏരിയയിലാണ് നടക്കുന്നത്. ഭൂജ് രാജസ്ഥാൻ ഏരിയ, രാജസ്ഥാൻ ഗുജറാത്ത് ഏരിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ രാജസ്ഥാൻ ഗുജറാത്ത് ഏരിയയിലോട്ട് അവരുടെ ശ്രദ്ധ മാറ്റുമ്പോഴത്തേക്ക് കറാച്ചി തുറമുഖം അവർക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാര്യം ഈ രാജ്യത്തിൻ്റെ സമുദ്രത്തിലേക്കുള്ള എൻട്രൻസ് കറാച്ചി വഴിയുള്ള സർക്രീക്ക് വഴിയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലോട്ടും അറേബ്യൻ മഹാസമുദ്രത്തിലുള്ള അവരുടെ എൻട്രി അതുവഴിയാണ് വരുന്നത്. അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ അവരുടെ ലോജിസ്റ്റിക്സ് കംപ്ലീറ്റ് താറുമാറാവും. നേവൽ ലോജിസ്റ്റിക്സ് കംപ്ലീറ്റ് രാജ്യത്തിൻ്റെ താറുമാറാവും. ഇതിൻ്റെ കൂടെയാണ് അവർക്ക് താലിബാനിൽ നിന്ന് കിട്ടുന്ന അടി, അഫ്ഗാനിസ്ഥാൻ്റെ താലിബാനിലുണ്ടായ പ്രശ്നം. അപ്പോഴത്തേക്ക് ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആ പ്രശ്നം വരുമ്പോഴത്തേക്കാണ് നമ്മുടെ സിന്ദൂർ എക്സസൈസ് തുടങ്ങുന്നത്. ഇപ്പം നോട്ടാം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. നോട്ട് ടു എയർമൻ എന്നുള്ളതാണ് കാര്യം. ആ സമയത്ത് ഫ്ലൈയിങ്ങിന് നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നോട്ടാമിൻ്റേത്. അപ്പോൾ അവരവരുടെ അതിർത്തികൾ അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ എക്സസൈസ് ഏത് സമയത്തും ഒരു ആക്രമണമായി മാറിയേക്കാമെന്നുള്ളൊരു പ്രിക്കോഷൻ അവരെടുക്കുന്നുണ്ട്. കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മളൊരു മിസൈലോ അല്ലെങ്കിൽ ഒരു വിമാനമോ അബദ്ധത്തിൽ ബോർഡർ ക്രോസ് ചെയ്തെന്ന് പറയാം, അല്ലെങ്കിൽ അബദ്ധത്തിൽ ഫയർ ചെയ്തെന്ന് പറയാം. അത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് അങ്ങനെ ഒരു നോട്ടാം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. നിങ്ങൾ പ്രിപ്പയർഡ് ആയിക്കോളണം. സാധാരണ നമ്മളൊരു ആണവ പരീക്ഷണമോ അല്ലെങ്കിൽ മിസൈൽ പരീക്ഷണമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നോട്ടാം കൊടുക്കും. കാര്യം നമ്മളൊരു മിസൈൽ ഇന്ന രീതിയിൽ നമ്മൾ വിക്ഷേപിക്കുന്നുണ്ട്, പക്ഷേ അത് ആ മാർഗത്തിൽ തന്നെ പൊയ്ക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ റൂട്ട് ഡൈവേർഷൻ വരാം. അപ്പം ചിലപ്പം ആ ഒരു റൂട്ട് ഡൈവേർഷൻ വരികയാണെങ്കിൽ അത് പാകിസ്ഥാന് ഭയങ്കര ഒരു അടിയായിരിക്കുമെന്ന് മനസ്സിലായിട്ടാണ് അവർ വ്യോമ അതിർത്തി കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർക്രീക്ക് ഇന്ത്യയുടെ നേവിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കാര്യം ഈ എക്സസൈസിൽ നമ്മുടെ സബ്മറൈൻസ് എല്ലാം, പ്രത്യേകിച്ച് ന്യൂക്ലിയർ സബ്മറൈൻസ് എല്ലാം നമ്മൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3 സേനയും കൂടെ നടത്തുന്ന എക്സസൈസ് ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കോർഡിനേഷൻ കറക്റ്റായിട്ടാണോ നടക്കുന്നത്, എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കാര്യം ഇനിയൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മുടെ വ്യോമാഭ്യാസമല്ല, നമ്മുടെ എക്സസൈസ് എന്ന് പറയും. ആ എക്സസൈസ് അടുത്തൊരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെ. എല്ലാ വർഷവും 2 എക്സസൈസ് ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു സമ്മറും ഒരു വിൻ്ററും. അപ്പോൾ ഇത് നമ്മളൊരു വിൻ്റർ എക്സസൈസ് ആണ്, നമ്മളെ സംബന്ധിച്ചുള്ള റുട്ടീൻ എക്സസൈസ് ആണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പക്ഷേ ഈ അതിർത്തി പ്രദേശത്താണ് അതിന്റെ വാർത്താ പ്രാധാന്യം. ഇല്ല, നമ്മൾ എക്സസൈസ് എപ്പോഴും അതിർത്തിയിലാണല്ലോ ചെയ്യേണ്ടത്. നമ്മൾ ഡൽഹിയിൽ നമ്മൾ എക്സസൈസ് ഈ വിവാദങ്ങൾ നടക്കുന്ന മണ്ണാണല്ലോ ഇപ്പോൾ. അല്ല, നമ്മൾ എക്സസൈസ് എപ്പോഴും അതിർത്തിയിൽ തന്നെയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ ഡൽഹിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ വെച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എക്സസൈസ് എപ്പോഴും നമ്മൾ അതിർത്തിയിലാണ്. അതിർത്തിയിൽ നിന്ന് നമുക്ക് ത്രെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് എക്സസൈസിൻ്റെ ഉദ്ദേശം. അവിടെ ഈ 3 സൈന്യത്തിൻ്റെയും കോർഡിനേഷൻ എങ്ങനെയായിട്ടുണ്ട്, അവരുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ എങ്ങനെയുണ്ട്, ചിലപ്പം ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് തിയേറ്റർ കമാൻഡിലോട്ട് നമ്മൾ പോയാൽ എങ്ങനെയിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് പരീക്ഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സസൈസ് ഇപ്പോഴും തൃശ്ശൂൽ എന്ന് പറയുന്നത്. തൃശ്ശൂലിന് ആ ഒരു അർത്ഥം കൂടെ ഉണ്ട്. 3 സൈന്യവും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലാണ് തൃശ്ശൂൽ നടത്തുന്നത്. അപ്പോൾ അതിന് പാകിസ്ഥാൻ നല്ലവണ്ണം ഭയക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള നോർമൽ റിലേഷൻസിൽ വരുമ്പോഴത്തേക്ക് ഈ സമയത്ത് താലിബാന്റെ ആക്രമണവും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ല ആക്രമണം, താലിബാന്റെ ആക്രമണവും അവർ പ്രതീക്ഷിക്കുന്നു. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി അടക്കം പറയുന്നത് ഈ അഫ്ഗാനിസ്ഥാനുമായ സംഘർഷത്തിന് കാരണം അഫ്ഗാനിസ്ഥാൻ തങ്ങളെ ആക്രമിച്ചത് അതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണോ ഈ ചൊറിച്ചിൽ? ഇല്ല, അയാൾ വീണ്ടും വേറൊന്ന് പറഞ്ഞു, ഞങ്ങൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ഫുൾ ബ്ലോൺ വാറിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അവർ ആൾറെഡി 200ഓളം പട്ടാളക്കാരെ കൊന്നു കഴിഞ്ഞു. ഒരു യുദ്ധത്തിൽ ഉണ്ടാവുന്നതിനേക്കാളും എനിക്ക് തോന്നുന്ന ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ 2000 പട്ടാളക്കാർ പാകിസ്ഥാന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ സ്വന്തമായിട്ട് നല്ലൊരു മിസൈലോ നല്ല ഒരു ടാങ്കോ ഒന്നും ഇല്ലാത്ത അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് 200ഓളം പട്ടാളക്കാർ നഷ്ടപ്പെടുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിനേക്കാളും മാരകമായിട്ടുള്ള അടിയാണ് അവർക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അതുമല്ല, നമുക്കും ഒരു ചരിത്രമുണ്ട്. നമ്മുടെ ഈ INS കുക്രി മുക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 200ഓളം നാവികരെയാണ് നമുക്ക് നഷ്ടമായത്. അപ്പം നമുക്കും എന്നും ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഈ കറാച്ചി ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി നമ്മളെപ്പോഴും പേടിക്കേണ്ടതാണ്. കാര്യം നമ്മൾ ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്,
ഈ ഭാഗത്ത് നേവിയുടെ ഈ ഭാഗത്ത് പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ തന്നെ അപ്പുറത്തെ ഭാഗത്ത് ചൈനയും ബംഗ്ലാദേശും ഒക്കെ തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തു നിന്നും നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഓപ്പറേഷൻ തൃശ്ശൂർ അല്ലെങ്കിൽ എക്സൈസ് തൃശ്ശൂർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.